ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷുഗർ പ്ലംസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും റമദാനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇന്ന് ഞാൻ വേറൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാച്ച ചിക്കൻ പക്കോറ. പേര് കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കനും പൊട്ടാറ്റോ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കലെന്ന് കാണാം. കീപ്പ് വാച്ചിങ് ഗൈസ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്താം. ആദ്യം നമുക്കിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണ് തന്തൂരി മസാലയാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പറാണ്. അതേപോലെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ചെറുനാരങ്ങയുടെ നീരാണിത്. അതേപോലെ ഇത് ക്രിസ്പി ചിക്കൻ മിക്സാണ്. ഇതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് കടലമാവാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനി ഇത് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ നേർങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ്. അതേപോലെ നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൂടിനെ കൊണ്ട് നല്ല ക്ലോസ് ചെയ്തിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ആ പൊട്ടാറ്റോ എല്ലാ പീസസിലും ഈ ഒരു സ്പൈസസ് മിക്സ് ആവണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊട്ടാറ്റോസ് എടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതിലേക്ക് 1 ക്യൂബ് ചിക്കൻ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി പൊട്ടാറ്റോസ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഈ പൊട്ടാറ്റോസിലും ഇളകി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും കുറച്ച് സമയം ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ചിക്കനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 to 30 മിനിറ്റോളം ഫ്രീസറിൽ വെക്കാം, ഒന്ന് സെറ്റായി വരാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ലാച്ച ചിക്കൻ പക്കോറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഡിപ്പായിട്ട് കൊടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസിൽ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒരു 1/2 ടീസ്പൂൺ ഹണിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പം ഈ ഒരു വെറൈറ്റി റെസിപ്പി ഈ ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പം വീണ്ടും നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വേഗം വരാം. അതുവരെ അസ്സലാമു അലൈക്കും.